CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടിയുയരും. പതാക കൊടിമര ദീപശിഖാ ജാഥകൾ ഇന്ന് വൈകിട്ട് 6-ന് മറൈൻ ഡ്രൈവിലെ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. നാളെ മുതൽ 3 ദിവസം എറണാകുളം ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം. ജില്ലാ സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ തയ്യാറെടുത്തിരിക്കുകയാണ് CPIM. എറണാകുളം ടൗൺ ഹാളിൽ 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക കൊടിമര ദീപശിഖാ ജാഥകൾ വെള്ളിയാഴ്ച വൈകിട്ട് മറൈൻ ഡ്രൈവിൽ സംഗമിക്കും. പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ CN മോഹനൻ ദീപശിഖ തെളിയിക്കും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് M അനിൽകുമാർ പതാക ഉയർത്തും. ശനിയാഴ്ച രാവിലെ 9:30 ടൗൺ ഹാളിന് മുന്നിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കും പതാക ഉയർത്തലിനും ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ പ്രസ്ഥാനത്തിന്റെ ഭാവി മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്ന ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിലുണ്ടാവുമെന്ന് ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന അസംബ്ലി ഇലക്ഷൻ, ഈ 2 തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജില്ലയ്ക്കകത്ത് ഇപ്പം നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്താനും അസംബ്ലിയിലാണെങ്കിൽ കുറേ സീറ്റുകൾ വേറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സീറ്റുകൾ വിജയിക്കാനും ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു തീരുമാനം. ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. ജില്ലയിലെ ഏരിയകളിൽ നിന്നുള്ള 371 പേരും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 417 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. പ്രതിനിധി സമ്മേളനത്തിന്റെ അവസാന ദിവസമായ തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ എന്നിവരെ തെരഞ്ഞെടുക്കും. വൈകിട്ട് ചുവപ്പ് സേനാ പരേഡിനും ബഹുജന റാലിക്കും ശേഷം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കൊച്ചി.